ഹലോ ഗൈസ്, ഇതാണ് ക്ലബ് മഹേന്ദ്രയുടെ രണ്ടാമത്തെ പാർക്കിങ്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ മേളിലോട്ട് പോവാണ് കേട്ടോ. ഇതിങ്ങനെ കുറച്ചധികം ദൂരം നടക്കാനുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ബാത്റൂമിൽ പോയിട്ട് വരുവാണ്. കുളിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ക്ലബ് മഹേന്ദ്രയിലെ അവസ്ഥ കാണിക്കുവാണ്. ഇവിടെ ഒരു ആളുകൾ ഏത് പാർട്ടി ജയിച്ചു വന്നാലും ഒന്നും ഡ്രൈവർമാർക്ക് വേണ്ടിയിട്ടുള്ള ഇവിടുത്തെ ഒരു സൗകര്യങ്ങളൊന്നും ചെയ്തു തരില്ല. ദുരിതം എന്നല്ലാണ്ട് എന്ത് പറയാനാ. റോഡും മോശം. കയറി പോവുക മേളിലോട്ട്. അങ്ങനെ ഈ വഴി രാത്രിയൊന്നും ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. കാരണം ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രിയിലൊന്ന് ബാത്റൂമിൽ പോകുന്ന കാര്യങ്ങൾക്കാണ് ബുദ്ധിമുട്ട്. പിന്നെ ഇപ്പോൾ ഈ പോയിക്കൊണ്ട് കാണുന്ന വഴി ഇത് ക്ലബ് മഹേന്ദ്രയുടെ പ്രോപ്പർട്ടിയുടെ വഴിയല്ല, ഇത് പബ്ലിക് റോഡാണ്. ഈ പബ്ലിക് റോഡിൽ വേണം ഈ വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാനായിട്ട്. കണ്ടോ, ഈ ഹോട്ടലിൽ വന്നേക്കണ വണ്ടി ഏതല്ല. ഇവർക്ക് പ്രോപ്പറായിട്ടൊരു പാർക്കിംഗ് ഇല്ലാത്ത കാരണം ഇങ്ങനെ സൈഡിൽ വേണം വണ്ടി ഇടാനായിട്ട്. ഇത് കണ്ടോ, ഇങ്ങനെ സൈഡിലൊക്കെ ഇട്ടിരിക്കുകയാണ് വണ്ടി. ഈ റോഡിൻ്റെ അവസ്ഥ ഒന്ന് നോക്കിയേ. അത് പിന്നെ ഇവിടെയാണ് എൻ്റെ വണ്ടി ഇട്ടിരിക്കുന്നത്. ഇതാണ് പിന്നെ ഇപ്പോൾ ഇവിടെ വണ്ടി ഇടാനുള്ള സൗകര്യം ഉള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, നിങ്ങൾ ഈ ബോർഡ് കണ്ടോ? നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഡേഞ്ചർ ആനിമൽസ്. ഇതിൻ്റെ മേളിലോട്ട് പോകാൻ പാടില്ല, മൃഗങ്ങളുണ്ടെന്നാണ് പറയണത്. അപ്പോൾ അവിടെയാണ് നമുക്ക് യാതൊരു സേഫ്റ്റി ഇല്ലാത്ത ഒരു പാർക്കിംഗ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതാണ് ഇപ്പം എൻ്റെ വണ്ടി ഇട്ടിരിക്കുന്ന പാർക്കിങ്. നോക്കിയേ, ഈ ഭാഗത്ത് ഒരു ബാത്റൂം സൗകര്യമോ ഒന്നുമില്ല. നമുക്ക് അത്യാവശ്യമായി വേണ്ട ഒരു കാര്യമാണല്ലോ ഒരു വാഷ്റൂമിൻ്റെ സൗകര്യം. ആ ഒരു സൗകര്യം ഒന്നും തന്നെ ഇവിടെ ഇവർ തന്നിട്ടില്ല. മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. ഒരു സേഫ്റ്റി ഇവിടെ നമുക്കില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രി ഒന്ന് വാഷ്റൂമിൽ പോകാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഇവിടെ മനുഷ്യൻ്റെ ജീവന് ഒരു വിലയില്ലാത്ത രീതിയിലാണ് ഇവരിവിടെ ഈ ഹോട്ടൽ നടത്തുന്നത്. ഒരു പാർക്കിംഗ് സൗകര്യങ്ങളും മറ്റുമില്ലാതെ. ഒന്നുമില്ലെങ്കിലും വണ്ടി ഇന്നലെ എങ്ങനെയൊക്കെയോ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇതാണ് അവസ്ഥ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും പോകണം. അടുത്ത വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വണ്ടി കഴുകാനോ ഒന്ന് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യമോ ഒന്നും തന്നെ ക്ലബ് മഹേന്ദ്ര ചെയ്തു തരുന്നില്ല. എന്ത് അടിസ്ഥാനത്തിൻ്റെ പേരിലാണ് ഈ ഹോട്ടലുകൾക്കെല്ലാം ഗവൺമെൻറ് അംഗീകാരം കൊടുത്തെന്നറിയാൻ പാടില്ല. മിനിമം ഒരു കുറഞ്ഞ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവർ ചെയ്തു തരണം. ബാത്റൂമും ഇവിടെ പാർക്ക് ചെയ്യുന്ന വണ്ടികൾക്കൊന്നും ബാത്റൂമിൽ പോകാനുള്ള സൗകര്യമില്ല. 1.25 കിലോമീറ്റർ നടന്നിട്ട് താഴെ പോയിട്ട് വേണം ബാത്റൂമിൽ പോകാനായിട്ട്. ഇത് മരണം മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ്. രാത്രി പുറത്തിറങ്ങി കഴിഞ്ഞാൽ വല്ല കരടിയോ വല്ലതും വന്ന് പിടിച്ചാൽ ആരായിരിക്കും ഉത്തരവാദിത്വം ഇതിനെ ചെയ്യുക? ഹോട്ടലുകാർ യാതൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. ഒരു സുരക്ഷിതം ഇല്ലാത്തൊരു സാഹചര്യമാണ് ക്ലബ് മഹേന്ദ്രയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതും മൂന്നാറിലെ ക്ലബ് മഹേന്ദ്രയിൽ കുടിക്കാനോ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇത് ഈ വഴിയിൽ ഇവിടെ പ്രോപ്പർ പാർക്കിംഗ് ഇല്ലാത്ത കാരണം ഈ വഴികളിലെല്ലാമാണ് വണ്ടികളെല്ലാം ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അത് കാരണം എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുമ്പോഴേക്കും നമുക്ക് ഒന്ന് സൈഡ് ഒതുക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം സൈഡ് ഒതുക്കാനുള്ള സൈഡ് വേണ്ടേ? ഈ വണ്ടിയെല്ലാം ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്ന കാരണം. പക്ഷെ പുറമേ നോക്കുമ്പോഴുള്ള വ്യൂ എല്ലാം അടിപൊളിയാണ്, അതൊക്കെയാണ്. പക്ഷെ വ്യൂ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. നമ്മളൊരു വാഹനം ഉണ്ടായിട്ട് പോകുമ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഹോട്ടലുകാർ ചെയ്തു തരുന്നില്ല. എന്നിട്ട് എന്തെങ്കിലും ഒരു അപകടങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ ഡ്രൈവറിന് പരിചയക്കുറവ്, ഡ്രൈവറിന് അറിയില്ല എന്ന് മൊത്തം ക്യാമ്പയിൻ നിർത്തിയിട്ട് കാര്യമില്ല. ആദ്യമേ ഇങ്ങനെ കുറച്ച് സൗകര്യങ്ങൾ കൂടി ചെയ്തു തരാനുള്ള ഇത് ഗവൺമെൻറ് ഹോട്ടലുകാർക്ക് നിർദ്ദേശിക്കുക. അല്ലാണ്ട് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഒരു വണ്ടിയുടെ കളർ മാറ്റിയിട്ടോ ഡ്രൈവറിന് പരിചയക്കുറവാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് നോക്ക്, ഇത്രയും നാരോ റോഡാണ് ഇത്. ഈ നാരോ റോഡിലാണ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികൾ. ഇത് ഒന്നാമത്തെ കാര്യം, ഇത് പബ്ലിക് റോഡാണ്. ഈ ഹോട്ടലിൽ വന്നിരിക്കുന്ന കസ്റ്റമേഴ്സിന്റെ വണ്ടിയാണ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. അതും പ്രൈവറ്റ് വണ്ടികളുടെ. കണ്ടോ,
പ്രൈവറ്റ് വണ്ടികളുണ്ട്, ടാക്സി വണ്ടികളുണ്ട്. ഇതാണ് അവസ്ഥ. ഒരു വണ്ടി വരുമ്പോൾ ഒതുക്കാനുള്ള സൗകര്യങ്ങളില്ല. കാര്യം ഹോട്ടലുകാരെ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഹോട്ടലിനൊക്കെ അനുമതി കിട്ടിയിരിക്കുന്നത്? ഇത്രയും റൂമും കാര്യങ്ങളും ഉണ്ട് ഉണ്ടോ? ഇതാണ് അവസ്ഥ. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നടന്ന് ആ വഴി ചെല്ലണം, ഇതവിടെ പോകണം കഴിക്കണമെന്നുണ്ടെങ്കിൽ. ഇതാണ് ഹോട്ടൽ. ഇവിടെ റിസപ്ഷനിൽ ഇറക്കിയിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. ഈ വഴി കയറ്റിക്കൊണ്ടില്ല. റോഡ് ഭയങ്കര മോശമാണ്. ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണിപ്പോൾ. എൻ്റെ അടുത്ത് പോകേണ്ട അവസ്ഥയാണ്. അങ്ങനെ നമ്മളിപ്പോൾ താഴത്തെ മെയിൻ റോഡിലെത്തിയിട്ടുണ്ട്. റോഡ് വളരെയധികം ശോകമാണ്. റോഡിൻ്റെ അവസ്ഥ ഒന്നും പറയാണ്ടിരിക്കുകയാണ് ഭേദം. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം ഗവൺമെൻറ്റും പഞ്ചായത്തെല്ലാം കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥകൾ. ഇപ്പോൾ കഴിക്കാൻ പോകുന്നത് ഇവിടെ തൊട്ടടുത്തൊരു കടയുണ്ട്. ആ കടയിലാണ് കഴിക്കാൻ പോകുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ പിന്നെ പോകേണ്ടത് അവിടെ കളർ കണ്ട്, വെള്ള കളർ, അവിടെ വേണം പോകാനായിട്ട്. ഓൾമോസ്റ്റ് നമ്മൾ എത്താറായി. ആ കാണുന്നതാണ് കട, ജോൺസൺ ഹോട്ടൽ. എന്തായാലും അവിടെ എത്തി നമുക്ക് കഴിച്ചിട്ട് ബാക്കി. ഓക്കെ, ബൈ ബൈ.